ജയറാമും കാളിദാസ് ജയറാമും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഭാഗം ആളുകൾക്ക്, പ്രത്യേകിച്ച് എൻ്റെ തലമുറ വരെയൊക്കെയുള്ള ആളുകൾക്ക് അതൊരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോൾ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമ, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയൊക്കെ തന്നതിൻ്റെ ഒരു 10% തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ ഫാമിലിയായിട്ട് ഇടിച്ചു കയറാനുള്ള അത്രയും സാധ്യതകളുള്ള അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ വീണ്ടും ഒരു സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആശകൾ 1000 എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയിൽ പക്ഷേ ഒരൊറ്റ ആശയുള്ളൂ, അത് ആശ ശരത്താണ്. ആൻഡ് ഷറഫുദ്ദീൻ ഉണ്ട്, ഇഷാനി കൃഷ്ണയുണ്ട്, പിന്നെ വളരെ സെലക്റ്റീവായി സ്വന്തം സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന ഗോകുലം ഗോപാൽജി ഉണ്ട്. അങ്ങനെ ഒരു വലിയ താരനിരയമായിട്ട് വരുന്ന സിനിമയാണ്. ജി പ്രജിത്ത് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അരവിന്ദ് രാജേന്ദ്രൻ, ജൂഡ് ആന്റണി ജോസഫ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയിട്ടുള്ള ഈ സിനിമയ്ക്ക് DOP ചെയ്തിട്ടുള്ളത് സ്വരൂപ് ഫിലിപ്പാണ്. ഷഫീഖ് വീബി ആണ് ഇതിന്റെ എഡിറ്റർ. സനൽ ദേവാണ് ഇതിന്റെ മ്യൂസിക്. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ അവരുടെ കയ്യിൽ കിട്ടി. ജയറാമും കാളിദാസ് ജയറാമും ആശ ശരത്തും ഒക്കെ ചേരുന്ന ഒരു ഫാമിലി മൂവിക്ക് പറ്റിയ എല്ലാ കോമ്പിനേഷൻസും കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ ആ ഒരു ത്രെഡ് നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ അഭിനയമോഹിയായിട്ടുള്ള മകൻ, അച്ഛൻ ഒരു സാധാരണ ജോലിക്കാരനാണ്. മകൻ അഭിനയം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നത് അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. മകൻ ജോലിക്ക് പോകണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ സിനിമയിൽ കാണാമെന്ന് പറയുമ്പോൾ രസമുള്ളൊരു തുടക്കമൊക്കെ ആയിരുന്നു. പക്ഷേ ആ തുടക്കം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള എഴുത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ശോകം എന്നാണ് ഫീൽ ചെയ്തത്. എനിക്ക് യാതൊരു തരത്തിലുള്ള ഇമോഷൻസും ഫീൽ ചെയ്തില്ല. ആക്ച്വലി ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്തിലാണ് നമ്മളിപ്പോൾ ഇമോഷൻ വെക്കുകയെന്ന്. ഒരു ഫുട്ബോൾ മാച്ച് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി ചുമ്മാ പോയി ഗോളടിച്ചു എന്ന് പറയണ പോലെ ഗോളടിച്ചു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന, നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും കൊള്ളുന്ന, സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിൽ കൊണ്ടുവരാനുള്ള അങ്ങനെ ഒന്നും അവശേഷിപ്പിക്കാതെ പോയൊരു സിനിമ. കുറച്ച് രസമുള്ള റെഫറൻസുകളുണ്ട്, പക്ഷേ അതുമാത്രം പോരല്ലോ. വളരെയധികം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയിൽ ഒരു നോ ഇമോഷണൽ ഡ്രാമ ചെയ്തു എന്ന് പറയുന്ന പോലത്തെ ഒരു അനുഭവമാണ്. നമുക്ക് പതുപോലെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ പോസിറ്റീവ്, ചില സമയങ്ങളിൽ ജയറാമിൻ്റെ പ്രകടനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഒരു പാകത വന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ജയറാം എന്ന് പറയുന്ന അഭിനേതാവിന് ഇനി പാകത വന്നു എന്ന് നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ തോന്നുമായിരിക്കും. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു സാധനമൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. ആൻഡ് ഷറഫുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തത്. ഇഷാനി വാസ് ഗുഡ്. ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിന് അവർ ഭയങ്കര ആപ്റ്റായിരുന്നു. വളരെ സട്ടിലായിട്ട് രസമായിട്ട് അവർ ചെയ്തു പോയി. പിന്നെ സിനിമയുടെ തുടക്കം ഒരു പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാം. ആദ്യത്തെ കുറച്ച് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മകൻ സിനിമാ മോഹി, അവനോട് ജോലിക്ക് പോകാൻ പറയുന്ന അച്ഛൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടു, എനിക്ക് മടുത്തടോ എന്ന് ഭാര്യയോട് പറയുന്ന ആ സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വേറെ റേഞ്ചിൽ ഇമോഷൻസൊക്കെ ഡീൽ ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കും എന്നുള്ളത്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പല സ്ഥലത്തും കൈവിട്ട് പോകുന്ന പോലെയായിരുന്നു. നെക്സ്റ്റ് പോസിറ്റീവ്, വിഷ്വൽസ് ഒക്കെ നല്ലതായിരുന്നു. അവരെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കഥയ്ക്ക്, ഈ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ അവർ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് വാസ് ഗുഡ്. പക്ഷേ റെഫറൻസ് പരിപാടികളൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നി. കാരണം ഈ സിനിമയിലെ ഇമോഷണൽ രംഗങ്ങൾക്ക് പഴയ സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടുവന്നിടേണ്ട അതൊരു കുറവായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ചെയ്യാലോ, ചെയ്തെടുക്കാലോ എന്ന് പറയുന്ന പോലെ ആ ഇമോഷൻസിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഇമോഷണൽ ആക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവായിരുന്നു എന്ന് ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എനിക്കത് അങ്ങോട്ട് വർക്കായില്ല. മറ്റൊരു പോസിറ്റീവ്, സിനിമയിലെ ചിലയിടങ്ങളിലുള്ള ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. കുറച്ച് റെഫറൻസ് പരിപാടികളുണ്ട്. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ ഈ അച്ഛൻ മകൻ ഒരു ഫൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡയലോഗുകളും ഒക്കെ ഉണ്ട്. അതിൽ കൂടുതലും റെഫറൻസ് പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ ചിരിക്കാനുള്ളതുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ കോസ്റ്റ്യൂംസ് നല്ല രസമുണ്ടായിരുന്നു. കാളിദാസിൻ്റെ ചിരി നല്ല രസമുണ്ടായിരുന്നു. ആ റെസിഡൻസ് അസോസിയേഷൻ, ഇവരൊരു നഗറിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കുടുംബങ്ങളുണ്ട്, വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ, അവർക്കിടയിലുള്ള സ്നേഹബന്ധം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റബിൾ ആയിരുന്നു. ഞങ്ങൾ അങ്ങനത്തെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഒരു കണക്ഷനും പരിപാടികളും അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകൾ നമുക്കൊരു രസമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഇനി നെഗറ്റീവ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ പ്രധാന പ്രശ്നം ഇമോഷൻസാണ്. ഇമോഷൻസ് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമോഷൻസിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ ജയറാമിൻ്റെ ഇമോഷൻസ് ഒക്കെ കാണുന്നു. അത് കഴിഞ്ഞ് ഒരു കാര്യമില്ലാതെ മോൻ വെറുതെ ഇമോഷണൽ ആവുന്നു. ഇവൻ എന്തിനാണ് ഇമോഷണൽ ആവുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നു. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ്റെ ഇമോഷൻസിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറയുമ്പോഴും അതിൽ നമുക്കൊരു ഇമോഷൻ തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് ആശ ശരത്തിൻ്റെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മളിതിൽ ആർക്ക് പ്രിഫറൻസ് കൊടുക്കും? ഒരു സീനിൽ മകൻ വഴക്കിട്ട്
ഡോർ അടയ്ക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അച്ഛനും വഴക്കിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്ന ആശാശരത്തിനെ കാണിക്കുന്നുണ്ട്. 2 ഡോർ 2 സൈഡിലുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പ്രേക്ഷകൻ ഇരിക്കുന്നത്. ഇതിൽ ആരുടെ ഇമോഷനാണ് ഇപ്പോൾ? ചില സമയത്ത് തോന്നും, എടാ ചെറുക്കൻ നീ വല്ല പണിക്കുമ്പോൾ അങ്ങേര് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്ന് പറയാൻ തോന്നും. ചില സമയത്ത് എൻ്റെ മനുഷ്യ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ലോണും കടമൊക്കില്ല, നിങ്ങൾ തീർക്ക്, അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയാൻ തോന്നും. എന്നിട്ട് നമുക്ക് തന്നെ സംശയം വരും, അതായത് ആരുടെ മേൽ നമ്മൾ ഈ ഇമോഷൻസ് കാണിക്കണം അല്ലെങ്കിൽ കണക്റ്റ് ആവണം? എന്തിന് നമ്മൾ ഇമോഷണലി കണക്റ്റ് ആവണം? ഈ സിനിമ എന്ന് പറയുന്ന ആ സ്വപ്നം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതെങ്ങനെ എവിടെയും ഫീൽ ചെയ്തില്ല. ഇവൻ സിനിമ നടനാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു, അവൻ എന്തോ പണിയെടുക്കുന്നു എന്ന് പറയുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ പണിയെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നണമല്ലോ. അതുപോലെ അച്ഛൻ്റെ ഇതാണെങ്കിലും അവർ കുറേ സ്ഥലത്ത് പോകുന്നു, ആരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ ആഗ്രഹത്തിൻ്റെ തീവ്രത നമ്മളിലേക്ക് എത്തിക്കുമ്പോഴാണ് എന്തിനാണ് ഇവർ ഇമോഷണൽ ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു, നമ്മൾ അതിനോട് റിലേറ്റ് ചെയ്യുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര സ്പോയിലർ ആണെന്നൊന്നും വിചാരിക്കരുത്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലുള്ളൂ. പിന്നെ കാളിദാസ് ജയറാമിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണിക്കുന്ന കുറച്ച് പാട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അതങ്ങനെ കാണിച്ചു കഴിയുമ്പോഴേ പിന്നെ ഇവൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇത് രണ്ടും ഒട്ടും മാച്ച് ആവുന്നില്ല. അതിനൊരു ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് ആ ക്യാരക്ടറിനെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരിക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഈ സിനിമയ്ക്കകത്ത് കുറേ നെപ്പോ വിരോധം കുത്തിക്കയറിയിട്ടുണ്ട്. എന്തിന് എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മളൊരു നെപ്പോ കിഡ് കാരണം അഭിനയിക്കാനും ജീവിക്കാനും പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ദുൽഖർ സൽമാൻ പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് മുഴുവൻ മറ്റ് അഭിനേതാക്കളും കൂടി ചേർന്നിട്ടാണ്. അല്ലെങ്കിൽ നെപ്പോ കിഡ്സ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ പിന്നീട് കഴിവ് തെളിയിക്കുകയും അവർ സിനിമയുടെ ഭാഗമാവുകയും മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇത്രയും നെപ്പോ വിരോധം കുത്തിക്കയറ്റുന്നത്? ആ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് അയ്യേ എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി. നിങ്ങൾ എന്തിനിത് ചെയ്തു? നിങ്ങൾ ആരോടുള്ള വിരോധത്തിനാണ് ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ തോന്നി. അങ്ങനെ ഈ അച്ഛനും മോനും തമ്മിലുള്ള പരിപാടി ഇങ്ങനെ പോകുമ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പണിക്ക് പൊക്കൂടരുന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്ന അത്ര അതങ്ങോട്ട് വലിച്ചു. സിനിമ 2 മണിക്കൂറും 15 മിനിറ്റും എന്തോ ആണ് ഉള്ളത്. പക്ഷേ ആ സമയം തന്നെ ഇത് വല്ലാണ്ട് നീണ്ടു പോകുന്ന പോലെ തോന്നി. ആൻഡ് ഇത് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത് ടപ്പേന്ന് പറഞ്ഞ് സ്വിച്ച് ഇട്ട പോലെ പടം തീർന്നു. അതിനിപ്പോൾ എന്താ, നമ്മളെന്താ ഇപ്പോൾ ചെയ്യണം? നമ്മൾ എണീക്കണോ, കഴിഞ്ഞോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അങ്ങനത്തെ ഒരു എൻഡിങ് ആയിപ്പോയി. പിന്നെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് രംഗമൊക്കെ ഉണ്ട്. ആക്ടിംഗ് വർക്ക്ഷോപ്പിന് മുമ്പ് കാളിദാസ് ചെയ്തിട്ടുള്ളതും ആക്ടിംഗ് വർക്ക്ഷോപ്പിന് ശേഷം ആ സീക്വൻസ് കഴിഞ്ഞതിന് ശേഷമുള്ള കാളിദാസിൻ്റെ പെർഫോമൻസിലും എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. എവിടെയൊക്കെയോ ജയറാമിൻ്റെ അതേ മാനറിസം കാളിദാസ് കോപ്പി ചെയ്യുന്ന പോലെ തോന്നി ആ ഒരു പെർട്ടിക്കുലർ സീനിലേക്ക് വന്നപ്പോൾ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുമായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇങ്ങനെ പോകുന്നു. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ സിനിമ ഒരു സീരിയൽ ലെവലിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എവിടെയും നമുക്കൊരു പഞ്ച് കിട്ടിയില്ല, ഒരു ഇമോഷണൽ ഒരു സാധനം കിട്ടിയില്ല. അത് കിട്ടേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് സിനിമാ മോഹികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് എത്രയോ ആളുകൾ സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിട്ട് നടന്നിരിക്കുന്നു. അത് നടക്കാത്തതിൻ്റെ പേരിലും നടന്നില്ല എന്നുള്ളതിൻ്റെ പേരിലൊക്കെ നിരാശരായിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെയും ഇമോഷണലി കണക്റ്റ് ആവാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, അച്ഛൻ മകൻ ഈ ഇമോഷൻ എന്ന് പറയുന്നത്, അതിനിടയിൽ നിൽക്കുന്ന അമ്മ സഹോദരി, ഇതിലൊക്കെ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങൾ നമുക്ക് കണക്റ്റ് ആവേണ്ടതായിരുന്നു. അതേപോലെ തന്നെ ഹ്യൂമർ നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആവേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ഇവിടെയായിട്ട് ചില്ലറ ചിരികൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇമോഷണലി യാതൊരു കണക്ഷൻ ഫീൽ ചെയ്യാതെ അങ്ങ് തീർന്നു പോയ ഒരു സിനിമയായിട്ടാണ് ആശകൾ 1000 ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ ഈ പറയുന്ന മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് അല്ലേ. ഓരോ ആൾക്കാരും സിനിമ തിയേറ്ററിൽ കണ്ട് വിലയിരുത്തേണ്ടതാണ്. എല്ലാ സിനിമകളും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.